Hey everybody, back with another video. Like and subscribe, etc. etc. ഹേ എവരിബഡി വെൽക്കം ബാക്ക് ടു ദ ചാനൽ ഫ്രഞ്ചി പൂൾ. ഞാൻ നിങ്ങളുടെ ഹോസ്റ്റ് നിതിൻ. കൂടെ മെജുവും ഈ ചാനൽ സപ്പോർട്ട് ചെയ്യുന്നു. അപ്പോൾ എല്ലാവർക്കും ഒരു ഹാപ്പി ന്യൂ ഇയർ ആൻഡ് ഏറ്റവും അടിപൊളിയായിട്ടുള്ളൊരു വർഷമാവട്ടെ. എല്ലാവർക്കും പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും, ബട്ട് ലെറ്റ്സ് ഹാവ് എ ബെറ്റർ ഇയർ ഈ വർഷം എന്നൊരു പോസിറ്റീവ് മൈൻഡോട് കൂടിയിട്ട് നമുക്ക് ഈ കൊല്ലം സ്റ്റാർട്ട് ചെയ്യാം. അങ്ങനെ 2024 വന്നു. ഇഷ്ടംപോലെ സീരീസുകളും മൂവീസും ഒക്കെ ഇക്കൊല്ലം വരുന്നുണ്ട്. സൂപ്പർ ഹീറോ റിലേറ്റഡ് ആയിട്ടും വലിയ വലിയ ബ്ലോക്ക് ബസ്റ്റർ മൂവീസും സീരീസുകളൊക്കെ വരുന്നുണ്ട്. സോ ഈ വർഷം ആദ്യം ഇറങ്ങാൻ പോകുന്നത് മാവലിൻ്റെ ഭാഗത്തു നിന്നാണ്, ആൻഡ് ഇറ്റ്സ് എക്കോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ബിഫോർ വാച്ചിങ് എക്കോ അല്ലെങ്കിൽ എക്കോ കാണുന്നതിന് മുമ്പ് എന്തൊക്കെ അറിയണം എന്നാണ്. ചാനലിലേക്ക് ആദ്യമായിട്ട് വരുന്നവരാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. കൂടുതൽ നല്ല നല്ല പോപ്പ് കൾച്ചർ കണ്ടൻസും സൂപ്പർ ഹീറോ കണ്ടൻസ് ഈ ചാനലിൽ വരുന്നുണ്ടാവും. ഇങ്ങനത്തെ കണ്ടൻസ് നിങ്ങളുടെ ഫ്രണ്ട്സിന് ഇഷ്ടമാണെങ്കിൽ തീർച്ചയായും ഷെയർ ചെയ്യാൻ മറക്കരുത്, വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ. അപ്പോൾ എക്കോ മാവലിൻ്റെ ഭാഗത്തുനിന്ന് വരുന്നൊരു പുതിയ സീരീസാണ്. ക്യാരക്ടറായ എക്കോ അല്ലെങ്കിൽ മായ ലോപ്പസ് ഒരു ഡെഫ് ആയിട്ടുള്ളത്, ചെവി കേൾക്കാൻ പറ്റാത്ത ഒരു ക്യാരക്ടറാണ്. ദ ട്രാക്ക് സൂട്ട് മാഫിയ എന്നൊരു ഗ്രൂപ്പിൻ്റെ മെമ്പറും കൂടിയാണ് ഈ ഒരു ക്യാരക്ടർ. ഈ ഒരു ട്രാക്ക് സൂട്ട് മാഫിയൻ്റെ മെയിനായിട്ട് ലീഡ് ചെയ്തത് വിൽസൺ ഫിസ്ക് ആണ്, എ കിങ് പിൻ. ഈ ക്യാരക്ടർ ആദ്യമായിട്ട് അപ്പിയർ ആവുന്നത് ഡിസ്നി പ്ലസിൻ്റെ ഷോ ആയ ഹോക്കയിലാണ്. അങ്ങനെ ഹോക്കായ് ഷോയുടെ ശേഷം നടക്കുന്ന ഒരു കഥയാണ്. ഇതിൽ ഹോക്കയുടെ അവസാനം നമ്മൾ കാണുന്നത് കിങ് പിന്നെ ഷൂട്ട് ചെയ്യുന്നതാണ്. അതിനുശേഷം ഈ ക്യാരക്ടർ ഹോം ടൗൺ ആയ ഒക്ലഹോമയിലേക്ക് തിരിച്ചു പോകുന്നു, തൻ്റെ പാസ്റ്റായിട്ട് റീകണക്ട് ചെയ്യാനായിട്ടും അതുപോലെ തന്നെ കിങ് പിന്നിൽ നിന്ന് എസ്കേപ്പ് ചെയ്യാനും. ഈ ട്രെയിലറിൽ തന്നെ നമുക്ക് കാണുമ്പോൾ കുറച്ചും കൂടി കൂടുതൽ വയലൻ്റ് ആണ് മറ്റ് മാവൽ ഷോസിനേക്കാളും. ഈ ഷോന് റേറ്റിംഗ് കൊടുത്തിരിക്കുന്നത് TVMA ആണ്, അതായത് മെച്ചോ ഓഡിയൻസിന് വേണ്ടിയിട്ടാണ്. അതായത് മുമ്പ് നമ്മുടെ നെറ്റ്ഫ്ലിക്സിൽ ഉണ്ടായിരുന്ന ഡെയർഡെവിൽ, ജെസിക്ക ജോൺസ്, പണിഷർ, ലൂക്ക് കേജ് എന്നീ ഷോസിൻ്റെ പോലത്തെ ഒരു റേറ്റിംഗ് ആണ് ഈ സീരീസിന് കൊടുത്തിരിക്കുന്നത്. ഇനി ഡെയർഡെവിലിനെ പറ്റി പറയുമ്പോൾ ദ മാൻ വിത്ത് നോ ഫിയർ, ഈ ഒരു ക്യാരക്ടർ ഈ സീരീസിൽ അപ്പിയർ ആവുന്നുണ്ട്. ട്രെയിലറിൽ കാണിക്കുന്നുണ്ട് ചെറിയൊരു ക്ലിപ്പിംഗ്, ഡെയർഡെവിലും എക്കോയും തമ്മിൽ ഫൈറ്റ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഈ ഒരു ഷോ നമ്മുടെ MCUവിൽ ആദ്യമായിട്ട് സ്ട്രീറ്റ് ലെവൽ ക്യാരക്ടേഴ്സിനെ കൊണ്ടുവരുന്ന ഒരു ഷോ ആണ്. അതായത് MCUവിലുള്ള മറ്റ് നെറ്റ്ഫ്ലിക്സ് ഹീറോസും ഈ ഒരു സീരീസിൽ നിന്നായിരിക്കും തുടങ്ങിയ ഓരോരുത്തർ വരാൻ പോകുന്നത്. ഈ ഷോ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് മാവൽ സ്പോട്ട്ലൈറ്റ് ബാനറിൻ്റെ അണ്ടറിലാണ്. ഇതിൽ കുറച്ചും കൂടി ഗ്രൗണ്ടഡും അതുപോലെ തന്നെ ക്യാരക്ടറിൻ്റെ റിലേറ്റഡ് ആയിട്ടുള്ള സ്റ്റോറീസ് ആയിരിക്കും കൂടുതൽ നമ്മൾ കാണുക. അതായത് MCU ആയിട്ട് വലിയ ഇമ്പാക്റ്റ് ഇല്ലാത്ത രീതിയിലുള്ള ഒരു സീരീസ് ആയിരിക്കും ഈ മാവൽ സ്പോട്ട്ലൈറ്റ് അണ്ടറിൽ വരുന്നതൊക്കെ. ഇതിലത്തെ ഒരു കാസ്റ്റിങ്ങിനെ പറ്റി പറയുകയാണെങ്കിൽ എക്കോ മായ ലോപ്പസ് എന്ന ക്യാരക്ടറിൽ അഭിനയിക്കുന്നത് അലക്വ കോക്സ് ആണ്. അതുപോലെ തന്നെ വിൽസൺ ഫിസ്ക് കിങ് പിൻ ആയിട്ട് അഭിനയിക്കുന്നത് വിൻസെന്റ് ഡൊനോഫ്രിയ ആണ്. പിന്നെ പ്രധാനപ്പെട്ട ഒരു ക്യാരക്ടർ ചാർലി കോക്സ് ആണ്, മാറ്റ് മർഡോക്ക് ഡെയർഡെവിലായിട്ട് അഭിനയിക്കുന്നത്. ഈ സീരീസ് റിലീസ് ആവുന്നത് January 9, 2024 ഇതിൻ്റെ എല്ലാ 5 എപ്പിസോഡ്സും ഒരുമിച്ചായിരിക്കും റിലീസ് ചെയ്യുന്നത്. ഇതും മാവൽ ഡിസ്നി പ്ലസ് ആദ്യമായിട്ടാണ് ചെയ്യുന്നത്. സോ നെക്സ്റ്റ് വീക്ക് തന്നെ നമുക്ക് എന്തായാലും ഒരു മാവലിൻ്റെ പ്രോജക്റ്റ് നമുക്ക് കാണാൻ പറ്റും. സോ ഐ എം വെയിറ്റിംഗ് ഫോർ എക്കോ. എന്തായാലും കുറേ നാളായി ആ ഒരു നോർമൽ വേർഷൻ ആയിട്ടുള്ളൊരു സീരീസ് കണ്ടിട്ട്, ഗ്രൗണ്ട് ലെവലായിട്ടുള്ളത് ലൈക്ക് പണിഷർ, ഡെയർഡെവിൽ പോലത്തെ. സോ ലെറ്റ്സ് സീ വാട്ട് മായ ഇസ് കമ്മിങ് വിത്ത് ഓർ എക്കോ ഇസ് കമ്മിങ് വിത്ത്. എന്തായാലും ഇനിയും കുറേ വീഡിയോസ് വരുന്നുണ്ടാവും. സോ സ്റ്റേ ട്യൂൺ ടു ദ ചാനൽ ആൻഡ് ടേക്ക് കെയർ എവരിബഡി.